ട്രംപ് മോദിയെ ഇടയ്ക്ക് പുകഴ്ത്തിയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ട്രംപിന് വഴങ്ങുന്നില്ല, അമേരിക്കയ്ക്ക് വഴങ്ങുന്നില്ല, അതുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഈ പറയുന്ന പുകഴ്ത്തൽ എന്തെങ്കിലും കൊണ്ട് മോദി വഴങ്ങാനുള്ള, ഇല്ലെങ്കിൽ ഇന്ത്യ ട്രംപിനോട് അടുക്കാനുള്ള സാധ്യതയുണ്ടോ? മോദിയെ പുകഴ്ത്തി എന്ന് പറഞ്ഞല്ലോ, ആ സോപ്പിട്ട് തന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് പതപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലായ ദാസ, ഇതൊക്കെയാണ് കാര്യം, പക്ഷെ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു മഞ്ഞുരുകൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ മഞ്ഞുരുകൽ അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം നമുക്ക് നോക്കാം, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ വീണ്ടും റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ പോവുകയാണ് ട്രംപ്. അത് സമ്മർദ്ദം തന്നെയാണല്ലോ ട്രംപിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റഷ്യയെ തകർക്കാനുള്ള ഏറ്റവും അങ്ങ് പറയുക പീക്കിലേക്ക് ഏത് വഴിയും എന്ത് കൊള്ളരുതായ്മയോ ഉപയോഗിക്കും എന്ന് പറയുന്ന രീതിയിലേക്കാണ് ട്രംപ് പോകുന്നത്. പക്ഷെ അവിടെ ഭീഷണിയായി നിൽക്കുന്നത് ഇന്ത്യയുടെ നിലപാടാണ്. റഷ്യക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ അവിടെ ഒരു കൈ താങ്ങ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഇന്ത്യ നിലനിൽക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സത്യത്തിൽ ട്രംപിൻ്റെ മുമ്പിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് നേരെ ഇൻഡയറക്റ്റ്ലിയുള്ള കാര്യങ്ങൾ നീക്കാൻ തുടങ്ങും. ഡയറക്റ്റ് പെരുമാറാനോ അടിക്കാനോ ധൈര്യമില്ലാത്തവൻ എന്നും അങ്ങനെയാണല്ലോ. ഇൻഡയറക്റ്റ്ലി പോയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, റഷ്യയെ തകർക്കാൻ വേണ്ടി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ച ഉറപ്പാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നി നിൽക്കുകയാണ്. അപ്പോൾ നാം പറഞ്ഞല്ലോ, ഇൻഡയറക്റ്റ്ലി എന്ന് പറയുന്നത് പോലെ നമ്മളെ IT മേഖലയിലെ ഔട്ട്സോഴ്സിങ് ഭാഗത്ത് നിന്ന് ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു നീക്കവുമായിട്ട് ട്രംപ് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ നീക്കത്തിനെ എങ്ങനെ അത് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. പക്ഷേ യാതൊരു ബോധവുമില്ലാതെ പെരുമാറുന്ന ഒരാൾക്ക് എന്തും എപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഈ ടെറസിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് വന്നിരുന്ന് മാധ്യമപ്രവർത്തകരോട് കൈയൊക്കെ വീശി കാണിച്ച് ഇപ്പം മിസൈൽ വരുന്നത് ഇങ്ങനെയാണെന്നുള്ള ചേഷ്ടകൾ വരെ കാണിക്കുകയും അപ്പം തോന്നുന്ന കാര്യങ്ങളിൽ അപ്പം തന്നെ സൈൻ ചെയ്ത് കൊടുക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രസിഡൻ്റാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ലീലാവിലാസം കാണിക്കുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു പ്രസിഡന്റ് സൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആലോചിച്ചെടുക്കേണ്ട, വരും വരായികളെക്കുറിച്ചൊക്കെ കൃത്യമായി ആലോചിച്ചെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ അതൊന്നും ചെയ്യാത്ത ഒരാളാണ് ഈ ട്രംപ്. അപ്പോൾ ഈ IT ഔട്ട്സോഴ്സിങ്ങിൽ കൂടി ഇന്ത്യയെ ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും ഇന്ത്യ നിർഭയം തന്നെ റഷ്യക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് പുടിൻ അവിടെ യുക്രൈനിൽ ആക്രമണം കടുപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചു, ഈ കഴിഞ്ഞ ദിവസം നടന്നത് വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ്, പ്രത്യാക്രമണവും നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 26 രാജ്യം യുക്രൈനൊപ്പം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഉണ്ട് എന്ന് പറയുമ്പോഴും ആയുധങ്ങളും സഹായങ്ങളും ഒക്കെ വേണ്ട സമയത്ത് എത്തുമോ എന്നുള്ളതിൽ സെലൻസ്കിക്ക് തന്നെ അറിയില്ല. സെലൻസ്കിയോട് ചോദിച്ചാൽ സെലൻസ്കി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു രീതിയിൽ യുക്രൈൻ യുദ്ധം തീർപ്പാക്കാൻ ഇറങ്ങിയ ട്രംപിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പുടിനും അയയുന്നില്ല, ഇന്ത്യയും അയയുന്നില്ല. പുടിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ മോദി ട്രംപിനെ വെട്ടും എന്നുള്ള സാധ്യതയാണ്. മോദിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ പുടിൻ ട്രംപിനെ തട്ടുമെന്ന് അല്ലെങ്കിൽ തകർക്കുമെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ മഞ്ഞുരുകാതെ നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് കൈകോർക്കാനായിട്ട് വെമ്പൽ പൂണ്ട് നിൽക്കുന്നുണ്ട്. അതെ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് സ്വതന്ത്ര വ്യാപാര കരാറാണ്. ഈ സ്വതന്ത്ര വ്യാപാര കരാറിലേക്കാണ് അമേരിക്ക വരാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ പ്രോഡക്ട്സിന് ഇവിടെ ചുങ്കം ഏർപ്പെടുത്തുക, തിരിച്ചുള്ളതിനൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഒരു നിലപാടിലാണ് അമേരിക്ക നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര ചർച്ചകളുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. മിക്കവാറും അടുത്ത ആഴ്ച തന്നെ ഇവരുടെ ഈ കാർഷിക വ്യാപാര മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് ഇന്ത്യയിൽ. അത് അടുത്ത ആഴ്ച തന്നെ അവർ ഇന്ത്യ സന്ദർശിക്കും. ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ചില ഡീലുകൾ വരുന്ന ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പിഴവുകൾ എന്തൊക്കെയാണ്? ആ പിഴവുകൾ കൃത്യമായി സംസാരിച്ച് പരിഹരിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇന്ത്യയുമായിട്ട് പൂർണ്ണമായിട്ടും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഏർപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇതിലെ സങ്കീർണതകൾ ഒഴിവാക്കുക
ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യൂറോപ്യൻ വ്യാപാര കമ്മീഷണറായിട്ടുള്ള മാരോസ് സെഫ്കോവിച്ചും കാർഷിക കമ്മീഷണറായിട്ടുള്ള ക്രിസ്റ്റോഫ് ഹാൻസനുമാണ് ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നത്. ഇവർ ഏതാണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തത്തുല്യമായിട്ടുള്ള പദവികളിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ബ്രസൽസിൽ നിന്ന് 30 അംഗ സംഘവും ഇവർക്കൊപ്പം നമ്മുടെ രാജ്യത്തേക്ക് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുമായിട്ടാണ് ഇവർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചരക്കുകൾ, സേവനങ്ങൾ, നിക്ഷേപം, ഡിജിറ്റൽ വ്യാപാരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെയാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാൻ പോകുന്നത്. കരാർ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലെ വിപണികൾ ഇന്ത്യക്ക് തുറന്നു കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക, 27 രാജ്യങ്ങളുടെ വിപണികളാണ്, യൂറോപ്യൻ യൂണിയനിൽ ഉള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം കടുംപിടുത്തം പിടിച്ചാലൊന്നും ഉലഞ്ഞു പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയോ ഒരു രാജ്യമോ ഒന്നും അല്ല ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു മഞ്ഞുരുകൽ നടന്നിട്ടില്ല സത്യത്തിൽ. ഇങ്ങോട്ടേക്ക് ട്രംപ് പറയുന്നു മോദി മഹാനായ മനുഷ്യനാണ്, ഞാൻ മറന്നിട്ടില്ല, ആ ഫ്രണ്ട്ഷിപ്പൊന്നും മറന്നിട്ടില്ല, ഇന്ത്യ വലിയൊരു രാജ്യമൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ മോദി പറയുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, ഭാവിയിലേക്കും നല്ലതാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു ശത്രുത എന്ന് പറയുന്നത് ഈ വേൾഡ് പൊളിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇന്നത്തെ ശത്രു ചിലപ്പോൾ നമുക്ക് നാളത്തെ മിത്രമായിരിക്കും. ഇന്നത്തെ മിത്രം നമുക്ക് നാളെ ശത്രുവായി മാറാനുള്ള സാധ്യതകൾ നിമിഷം കൊണ്ട് മറിയുകയാണ്. അപ്പോൾ ഈ പറയുന്ന അമേരിക്കയ്ക്കൊപ്പം നിലകൊള്ളേണ്ട യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും അത്രത്തോളം രാജ്യങ്ങൾ, 27ഓളം രാജ്യങ്ങളോളം നമ്മളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കവിടെ മഞ്ഞുരുകി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നിലപാടാണ്. ആ നിലപാട് എടുക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ ഇവരുമായി ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഗുണമുണ്ട്, അവർക്കും ഗുണമുണ്ട് എന്നുള്ളത് പറയുന്നത്. അല്ലാതെ അവനവനിലേക്ക് മാത്രം വഴിവെട്ടിയെടുക്കുന്ന ഒരു രീതി അല്ല. ആ രീതി അത് നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുള്ള വിഷയമാണല്ലോ. ഇപ്പോൾ ഏകധ്രുവത്തിൽ നിന്ന് ബഹുധ്രുവത്വത്തിലേക്ക് എല്ലാ രാജ്യങ്ങളും മാറിക്കഴിഞ്ഞു. കാരണം പരസ്പര സഹകരണം ഉണ്ടെങ്കിലേ ഒരു രാജ്യത്തിന് വളർച്ചയുള്ളൂ. ആ വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ലോകക്രമത്തിൽ അത് അത്യന്താപേക്ഷിതവുമാണ്. അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചില ഈഗോസൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതിനുമായിട്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടണം. അത്തരത്തിലുള്ള ഇറങ്ങി പുറപ്പെടൽ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യയെ വിശ്വസിക്കാം, അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അമേരിക്ക ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിട്ട് പണിത ചരിത്രം മാത്രമേ ഉള്ളൂ. ആ പണിത ചരിത്രം മാത്രം ഉള്ള ഒരു രാജ്യത്തോട് നമ്മൾ വീണ്ടും പോയി മഞ്ഞുരുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടിപ്പോയാൽ വീണ്ടും ഒരു തീരുവ ഏർപ്പെടുത്തും. പക്ഷെ ഇതുവരെ തീരുവ ഏർപ്പെടുത്തിയിട്ടും നമുക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ചൈനയ്ക്കും ഏർപ്പെടുത്തും. ഒരാളെ തൊട്ടാൽ മറ്റേ ആളെയും തൊടണമല്ലോ. അപ്പോൾ ചൈനയ്ക്കും ഏർപ്പെടുത്തും. ഈ പ്രത്യക്ഷത്തിൽ വരുമ്പോൾ ഈ തീരുവ ഏർപ്പെടുത്തൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ അടിത്തറ ഇളക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ആ ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്ക ഇപ്പോഴുള്ള അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ, നമ്മൾ പറയില്ല കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി മറ്റൊരു ചില കാര്യങ്ങൾ കൂടി അവിടെ നടപ്പാക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു ചർച്ചയിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.